ഹായ് ഓൾ, ഹാപ്പി ക്രിസ്മസ്. മൈ സാന്റ മൂവിയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ആദ്യം തന്നെ ഒരു വൺ വേർഡ് റിവ്യൂ എന്ന് പറയാം. സൂപ്പർ, അത്യുഗ്രൻ, വൺ ഓഫ് ദ ബെസ്റ്റ് അമോങ് ക്രിസ്മസ് റിലീസസ്. ഈ റിവ്യൂ മുഴുവൻ കാണണമെന്നില്ല, എത്രയും വേഗം ഫിലിം കാണുവാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയുവാനുള്ളത്. ക്രിസ്മസിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? I am your Santa. ഒരു ദിലീപ് ചിത്രം എന്ന ലേബലിലാണ് മൈ സാന്റ റിലീസായത്. ക്രിസ്മസ് റിലീസുകളിൽ ഇതും ജാക്ക് ഡാനിയൽസും കൂടി ചേർത്ത് 2 ദിലീപ് ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് ബിഗ് ഹൈപ്പ് പ്രൊമോഷൻസോട് കൂടിയ ജാക്ക് ഡാനിയൽസ് പ്രേക്ഷകർ തിരസ്കരിച്ചപ്പോൾ പ്രൊമോഷൻ ചെയ്യാൻ മറന്നുപോയ സാന്റ വളരെ സൈലൻ്റായി റിലീസ് ചെയ്തു. പലരും ചിലപ്പോൾ ഈ റിവ്യൂ കാണുമ്പോഴായിരിക്കും മൈ സാന്റ റിലീസായി എന്ന് തന്നെ അറിയുന്നത്. 25-ന് റിലീസ് ചെയ്യുന്ന കാര്യം 24-നാണ് പുറത്തിറക്കുന്നത്. സൈലൻ്റായി വന്ന് വയലൻ്റായി ഓടുന്നു. വ്യൂവേഴ്സ് എല്ലാവരും മനസ്സ് തുറന്ന് അത്യുഗ്രൻ എന്ന് തന്നെയാണ് റിവ്യൂ ചെയ്യുന്നത്. പടം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് പടം. തിരിച്ചു വന്നു. പടം കൊള്ളാം, നല്ല മൂവിയാണ്. ദിലീപ് ഏട്ടൻ്റെ മൂവി അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം മീൻ ചെയ്യുന്നത് ദിലീപ് ഏട്ടൻ പൊളിച്ചു എന്ന് തന്നെയാണ്. ഇനി അതിനെക്കുറിച്ച് ദിലീപ് ഏട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഒന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ദിലീപ് ഏട്ടനോടൊപ്പം തന്നെ പ്രധാന കഥാപാത്രങ്ങളായി വന്ന കുട്ടികൾ അവരും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തു. സിനിമയുടെ സംവിധായകൻ സുഗീത് എല്ലാ കാര്യങ്ങളിലും 100% പെർഫെക്ഷൻ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമയുടെ കാസ്റ്റിംഗ്. ഉദാഹരണം, സണ്ണി വെയിൻ എന്ന നടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ ഒരു നേച്ചർ വെച്ച് അദ്ദേഹം ഏതൊക്കെ കഥാപാത്രങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. പക്ഷേ ഈ അടുത്ത സമയത്ത് സണ്ണി വെയിൻ ചെയ്ത ഏറ്റവും നല്ല കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈ സാന്റയിലെ ഈ റോൾ തന്നെയാണ്. അങ്ങനെ തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രത്തെ കണ്ടെത്തിയ സുഗീത് ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നു. കൂടാതെ അനുശ്രീ, സിദ്ദിഖ്, സായ് കുമാർ, ധർമ്മജൻ ഇവരുടെയൊക്കെ റോളിന് ലെങ്ത് കുറവാണെങ്കിലും അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. അവരുടെയും കാസ്റ്റിങ്ങിന് 100-ൽ 100 മാർക്ക് തന്നെ കൊടുക്കണം. സാന്റ ക്ലോസ് ഇന്റർനാഷണൽ ആയിരിക്കും, പക്ഷേ നിന്റെ ആഗ്രഹങ്ങൾ അത് ലോക്കൽ മതി. സിനിമ മൊത്തത്തിൽ നോക്കിയാൽ ഒരു കോമഡി, ഇമോഷണൽ, ഫാമിലി എൻ്റർടൈനർ ആ ഒരു കാറ്റഗറിയിലാണ് ഈ ഫിലിം പെടുന്നത്. ചിരിയോടൊപ്പം തന്നെ മക്കളെ സ്നേഹിക്കുന്ന ആർക്കും കണ്ണു നിറയാതെ ഈ സിനിമ ആസ്വദിക്കാൻ കഴിയില്ല. കൂടാതെ സിനിമയുടെ ആർട്ട് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, ഗാനങ്ങൾ ഇതെല്ലാം ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. ഇനി ഈ സിനിമയിൽ ഒരു ബോർ ഫാക്ടറായി എടുത്തു പറയുവാൻ ഒന്നും തന്നെ കണ്ടെത്താനാവുന്നില്ല. എല്ലാ പ്രായത്തിലുള്ള പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുവാൻ സാന്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ഈ പടം കാണിക്കണം. പിന്നെ ഈ പടത്തിലെ ക്ലൈമാക്സ് ആകുമ്പോഴാണ് ഈ പടം സൂപ്പറാണ്. അതിലും പടം കൊള്ളാം. നമ്മളെപ്പോൾ ആൾക്കാരൊന്നും പടം ഒരു ആവറേജ് ആണ്. പക്ഷേ ക്ലൈമാക്സ് ആണ് പടം സൂപ്പർ. നല്ല പടം സെറ്റ് പടം. ചേട്ടാ, അതല്ലേ ഇന്ത്യയിലുള്ള അച്ഛന്മാരെല്ലാവരും ഇങ്ങനെ ആയാലും ആഗ്രഹിക്കുന്നു അതുപോലത്തെ പടം. സൂപ്പർ. ഈ ക്രിസ്മസിന് പ്രേക്ഷകർക്കുള്ള ഏറ്റവും നല്ല ക്രിസ്മസ് ഗിഫ്റ്റ് മൈ സാന്റ എന്ന ഈ സിനിമ തന്നെയാണ്. അത് ജനങ്ങൾക്ക് സമ്മാനിച്ച സുഗീത് ചേട്ടന് 1000 നന്ദി. ഇനി ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് സിനിമ ബിഗ് സ്ക്രീനിൽ തന്നെ ആസ്വദിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഏറ്റവും സന്തോഷകരമായ ക്രിസ്മസ് സമ്മാനമാകും ഈ സിനിമ. സോ ട്രൈ ടു എൻജോയ് ത്രൂ തിയേറ്റേഴ്സ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, ഹാവ് എ നൈസ് മൂവി ടൈം. ബൈ ബൈ.